അവസാനം ഉമ്മൻചാണ്ടി കൊടുത്ത കേസിലെ സാക്ഷിയാണ്, മൊഴി കൊടുത്തിട്ടിരിക്കുന്ന സാക്ഷിയാണ്. അപ്പോൾ ഇവർ കുറേ പേരുടെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെല്ലാം എന്നെ സെക്ഷലി ഹരസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അദ്ദേഹം അതെല്ലാം അതിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നു. ഏത് ആദ്യം പറഞ്ഞ പേര് കൂടുതൽ നമുക്കും പണി കിട്ടിയിട്ടുണ്ടല്ലോ സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ. അപ്പം ഞാൻ പറഞ്ഞു അതെന്താ പറഞ്ഞത്, ഇത് ഗണേശാന്റെ പേരും കാണുന്നല്ലോ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഒരു 10 മണിയോ 11 മണിയോ ആയപ്പം അവരുടെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സരിതയെ പോലീസുകാർ പെരുമ്പാവൂരിൽ DYSP വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞു. ഈ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ കയ്യിൽ പല തെളിവുകളും ഉണ്ടായിരുന്നു, പല ലാപ്ടോപ്പും കാര്യങ്ങളും. അതെല്ലാം ഈ ഹരികൃഷ്ണൻ സാറ് എടുത്തായിരുന്നു. പിന്നെ ആർക്കും ഇന്ന് വരെ ഇത് എവിടെ പോയെന്ന് ആരെ കണ്ടിട്ടില്ല. ഈ പോൺ സൈറ്റുകളിൽ പിന്നീട് വ്യാപിച്ച പല വീഡിയോകളും അങ്ങനെ പോയതായിരിക്കും. ഈ ഹരികൃഷ്ണൻ സാറിൻ്റെ അദ്ദേഹം അത് എവിടെയോ സെയിൽ ഔട്ട് ചെയ്തെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഏതോ ചാനലുകാർക്കോ എവിടേക്കോ അത് പൈസയ്ക്ക് കൊടുത്തു എന്നാണ്. ഈ ടീം സോളാറിൻ്റെ പൈസകളെല്ലാം ബിജു രാധാകൃഷ്ണൻ ഡൈവേർട്ട് ചെയ്ത് ഷാലു മേനൻ്റെ എടുത്തിട്ട് ഇവർ നിരപരാധിയാ, ഒന്നും കുറ്റം ചെയ്തിട്ടില്ല, പിന്നെ എന്നെ കൊടുക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ബിജു രാധാകൃഷ്ണൻ ഉൾപ്പെടെ. പിന്നെ അതിന് പല രാഷ്ട്രീയക്കാരുണ്ട്, അവരെല്ലാം ഇപ്പം അങ്ങ് എല്ലാം കൂടെ യോജിച്ചായി ഞാൻ ഇതിനകത്ത് കിടക്കുക. അപ്പോൾ എനിക്ക് നീതി കിട്ടണം, അതായത് നമ്മൾ മീഡിയയിൽ പറയുക.